ലേവ്യർ 21 അധ്യായം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അഹറോന്റെ പുത്രരായ പുരോഹിതന്മാരോട് നീ പറയുക, സ്വജനങ്ങളിലെ പരേത വ്യക്തിക്കു വേണ്ടി അവർ മലിനരാകരുതെന്ന് നീ അവരോട് പറയണം. താനുമായി അടുത്ത ബന്ധമുള്ളവനു വേണ്ടി ഒഴികെ സ്വമാതാവ്, സ്വപിതാവ്, സ്വപുത്രൻ, സ്വപുത്രി, സ്വസഹോദരൻ, ഭർതൃമതിയല്ലാത്ത കന്യകയും തനിക്ക് സമീപസ്ഥയുമായ സ്വസഹോദരി എന്നിവർക്ക് വേണ്ടിയും അവൻ മലിനനായിക്കൊള്ളട്ടെ. സ്വജനങ്ങളിൽ നാഥനായ അവൻ സ്വയം അവഹേളിക്കത്തക്ക വിധം മലിനനാകരുത്. അവർ തങ്ങളുടെ തലയിൽ കഷണ്ടി തെളിക്കരുത്, തങ്ങളുടെ ദീക്ഷാഗ്രം മുറിക്കരുത്, തങ്ങളുടെ ദേഹത്ത് മുറിപ്പാട് വരയരുത്. അവർ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായിരിക്കണം. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ നാമം ദുഷിപ്പിക്കരുത്. എന്തുകൊണ്ടെന്നാൽ അവർ കർത്താവിൻ്റെ അഗ്നിയിലുള്ള അർപ്പണങ്ങൾ തങ്ങളുടെ ദൈവത്തിന് ഭോജനാർപ്പണമായി കൊണ്ടുവരുന്നവരാണ്. അവർ വിശുദ്ധിയുള്ളവരായിരിക്കണം. അവർ വേശ്യയെയോ വ്യഭിചാരിണിയെയോ ഭാര്യയായി സ്വീകരിക്കരുത്. ഭർത്താവിനാൽ പരിത്യക്തയായവളെയും അവർ സ്വീകരിക്കരുത്. എന്തെന്നാൽ അവൻ തൻ്റെ ദൈവത്തിന് വിശുദ്ധനാണ്. നിന്റെ ദൈവത്തിന് ഭോജനാർപ്പണം സമർപ്പിക്കുന്നത് അവനാണെന്നതുകൊണ്ട് നീ അവനെ പവിത്രീകരിക്കണം. അവൻ നിനക്ക് പരിശുദ്ധനായിരിക്കണം. കാരണം നിങ്ങളെ പവിത്രീകരിക്കുന്ന കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. പുരോഹിതനായ ഒരാളുടെ പുത്രി വേശ്യാവൃത്തി വഴി സ്വയം ദുഷിച്ചാൽ തൻ്റെ പിതാവിനെയാണ് അവൾ ദുഷിപ്പിക്കുന്നത്. അവൾ അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടണം. തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ശിരസിൽ അഭിഷേകതൈലം ഒഴിക്കപ്പെട്ടവനും വസ്ത്രങ്ങൾ അണിയാൻ പ്രതിഷ്ഠിതനുമായ പ്രധാന പുരോഹിതൻ തൻ്റെ ശിരസ് അനാവരണം ചെയ്യരുത്. തൻ്റെ വസ്ത്രങ്ങൾ കീറുകയുമരുത്. മൃതവ്യക്തികളിൽ ആരുടെയും സമീപം അവൻ പോകരുത്. സ്വപിതാവിനോ സ്വമാതാവിനോ വേണ്ടിപ്പോലും അവൻ സ്വയം മലിനനാകരുത്. അവൻ വിശുദ്ധസ്ഥലം വിട്ടുപോകരുത്. തൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധസ്ഥലം അവൻ ദുഷിപ്പിക്കരുത്. എന്തെന്നാൽ തൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലത്തിൻ്റെ കിരീടം അവൻ്റെ മേലുണ്ട്. ഞാനാണ് കർത്താവ്. അവൻ ഭാര്യയെ സ്വീകരിക്കുന്നത് അവളുടെ കന്യാത്വത്തിലായിരിക്കണം. വിധവ, വിവാഹമോചിത, ദുഷിച്ചവൾ, വേശ്യ എന്നിവരെ അവൻ സ്വീകരിക്കരുത്. പ്രത്യുത സ്വജനത്തിൽ നിന്ന് ഒരു കന്യകയെ വേണം അവൻ ഭാര്യയായി സ്വീകരിക്കാൻ. അങ്ങനെ അവൻ സ്വസന്തതിയെ സ്വജനങ്ങളുടെ ഇടയിൽ ദുഷിപ്പിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ അവനെ പവിത്രീകരിക്കുന്ന ഞാനാണ് കർത്താവ്. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അഹറോനോടു നീ ഇപ്രകാരം പറയുക, നിന്റെ സന്തതിയിൽ നിന്ന് ഒരാൾ അവരുടെ തലമുറകളിൽ വൈകല്യമുള്ളവനാണെങ്കിൽ അയാൾ തൻ്റെ ദൈവത്തിന് ഭോജനാർപ്പണം നടത്താൻ അണയരുത്. തീർച്ചയായും വൈകല്യമുള്ള ഒരാളും സമീപിക്കരുത്. അന്ധനാകട്ടെ, മുടന്തനാകട്ടെ, പതിമൂക്കനാകട്ടെ, വികൃതാംഗനാകട്ടെ, ഒടിഞ്ഞ കാലോ ഒടിഞ്ഞ കയ്യോ ഉള്ളയാളാകട്ടെ, കൂനനാകട്ടെ, കുള്ളനാകട്ടെ, വികലനേത്രനാകട്ടെ, ചൊറിയുള്ളവനാകട്ടെ, ചുണങ്ങുള്ളവനാകട്ടെ, വരിയുടഞ്ഞവനാകട്ടെ, വൈകല്യമുള്ള ഒരാളും പുരോഹിതനായ അഹറോന്റെ സന്തതിയിൽ നിന്ന് കർത്താവിൻ്റെ അഗ്നിയിലുള്ള അർപ്പണങ്ങൾ നേദിക്കാൻ അടുക്കരുത്. വികലാവസ്ഥയിൽ തൻ്റെ ദൈവത്തിൻ്റെ ഭോജനാർപ്പണം നടത്താൻ അടുക്കരുത്. അതിവിശുദ്ധമായവയിൽ നിന്നും വിശുദ്ധമായവയിൽ നിന്നും തൻ്റെ ദൈവത്തിൻ്റെ ഭോജനാർപ്പണ വസ്തു അയാൾക്ക് ഭക്ഷിക്കാം. അയാൾ തിരശീലയുടെ പക്കൽ വരികയും ബലിപീഠത്തോട് അടുക്കുകയും ചെയ്യരുതെന്ന് മാത്രം. എന്തെന്നാൽ അയാളിൽ വൈകല്യമുണ്ട്. അയാൾ തൻ്റെ വിശുദ്ധ സ്ഥലങ്ങൾ ദുഷിപ്പിക്കാതിരിക്കട്ടെ. കാരണം അവ പവിത്രീകരിക്കുന്ന ഞാനാണ് കർത്താവ്. അഹറോനോടും അവൻ്റെ പുത്രന്മാരോടും ഇസ്രായേല്യരോട് മുഴുവനും മോശ സംസാരിച്ചു.